അൻവർ പറയുന്നതെല്ലാം പച്ചക്കള്ളമെന്ന് തെളിയിച്ച് CPM പ്രതിപക്ഷ നേതാവിന് എതിരെ സഭയിൽ ആരോപണമുന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എഴുതി തന്നതാണെന്ന PV അൻവറിന്റെ വാർത്താ സമ്മേളനത്തിലെ വാദം പൊളിച്ച് ആ കത്ത് പുറത്ത്. PV അൻവർ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അയച്ച കത്തിൽ കേരയിൽ അട്ടിമറിക്കാൻ ബംഗളൂരു IT കമ്പനികളിൽ നിന്ന് VD സതീശൻ പണം വാങ്ങിയെന്ന പരാമർശമുണ്ട്. കത്തിന്റെ പകർപ്പ് CPM പുറത്തുവിട്ടു. അൻവറിന്റെ ആരോപണങ്ങളിൽ പി ശശി നിയമ നടപടി തുടങ്ങിയിട്ടുണ്ട്. ഈ കേസിൽ ഈ കത്തടക്കം നിർണായകമാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം സഭയിൽ ഉന്നയിച്ചത് പി ശശി എഴുതി തന്നതാണെന്ന് അൻവർ പറഞ്ഞിരുന്നു. രാജിപ്രഖ്യാപന വാർത്താ സമ്മേളനത്തിൽ അൻവർ VD സതീശനോട് മാപ്പ് അപേക്ഷിച്ചത് ഈ ഒരു കാരണം പറഞ്ഞായിരുന്നു. എന്നാൽ 2024 സെപ്റ്റംബർ 13 അൻവർ MV ഗോവിന്ദൻ അയച്ച കത്തിൽ ആരോപണം ഉന്നയിച്ചത് സ്വന്തം നിലയിലാണെന്ന് പറയുന്നുണ്ട്. തനിക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെയും TP രാമകൃഷ്ണന്റെയും അനുമതി വാങ്ങി സ്വന്തം നിലയിലാണ് സഭയിൽ ആരോപണം ഉന്നയിച്ചത് എന്നാണ് കത്തിലെ പരാമർശം. കേരയിൽ അട്ടിമറിക്കാൻ ബംഗളൂർ IT കമ്പനിയിൽ നിന്നും പ്രതിപക്ഷ നേതാവ് പണം വാങ്ങി എന്ന ആരോപണം കത്തിൽ വിശദമായി പറയുന്നു. പിണറായിക്കും കോടിയേരിക്കുമെതിരായ പ്രതിപക്ഷ നേതാവിന്റെ അടിസ്ഥാനരഹിത ആരോപണം കാരണമാണ് ഇത് ചെയ്തത് എന്നും അൻവറിന്റെ കത്തിൽ വിശദീകരിക്കുന്നു. താൻ വലിയ പാപഭാരങ്ങൾ ചുമക്കുന്ന ആള് എന്നായിരുന്നു അൻവറിന്റെ വെളിപ്പെടുത്തൽ. VD സതീശനെതിരായ ആരോപണം ഉന്നയിക്കേണ്ടി വന്ന സാഹചര്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രസ്താവന. പി ശശി പറഞ്ഞിട്ടാണ് സതീശനെതിരെ ആരോപണം ഉന്നയിച്ചതെന്ന് അൻവർ വെളിപ്പെടുത്തിയിരുന്നു. പി ശശി എഴുതി ടൈപ്പ് ചെയ്ത് തന്നതാണ് പറഞ്ഞതെന്നും മുഖ്യമന്ത്രിക്കെതിരായ ഒറ്റതിരിഞ്ഞുള്ള ആക്രമണത്തിൽ മാനസിക വിഷമം ഉള്ളതുകൊണ്ടാണ് ഉന്നയിക്കാൻ തയ്യാറായതെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതിലെ കള്ളം പൊളിക്കുന്നതാണ് പുറത്തുവന്ന കത്തും. ഇതോടെ പി ശശിക്കെതിരെ VD സതീശനുമായി ബന്ധപ്പെട്ടുയർത്തിയ ആരോപണം വ്യാജമെന്ന് തെളിയുകയാണ്. ഇതിലൂടെ സ്പീക്കർക്ക് എഴുതി നൽകിയാണ് ആരോപണം ഉന്നയിച്ചത്. ശശിയേട്ട ശരിയല്ലേ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് സഭയിൽ ആരോപണം ഉന്നയിച്ചത്. തന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്യണമെന്ന് ശശി അന്നേ കരുതിയിരുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ PV അൻവർ പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവിന് ഉണ്ടായ മാനഹാനിയിൽ മാപ്പു ചോദിക്കുന്നതായും ആത്മാർത്ഥമായി മാപ്പു ചോദിക്കുന്നതായും അൻവർ പറഞ്ഞിരുന്നു. എന്നാൽ അൻവറിന്റെ ഈ വാദങ്ങൾ തകരുകയാണ്. UDF പ്രവേശനത്തിന് വേണ്ടിയാണ് സതീശനോട് അൻവർ മാപ്പു പറഞ്ഞത്. അതിനായി അവതരിപ്പിച്ചതാണ് ശശിക്കെതിരായ ആരോപണമെന്നും CPM തെളിയിക്കുകയാണ്. ഇതോടെ UDFനും അൻവറിന്റെ കാര്യത്തിൽ പലവിധ ചർച്ചകൾ എടുക്കേണ്ടി വരും. UDF തയ്യാറാക്കിയ തിരക്കഥയിലൂടെയാണ് PV അൻവർ സഞ്ചരിക്കുന്നതെന്നും CPMനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കടന്നാക്രമിക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാകുമെന്നും CPM നേതാവ് A വിജയരാഘവൻ പറഞ്ഞിരുന്നു. UDF തിരക്കഥയിൽ അൻവർ പറയുന്നതാണ് ഇതൊക്കെ. അതിന്റെ ലക്ഷ്യവും കൃത്യമാണ്. ഇടതുപക്ഷത്തെ രാഷ്ട്രീയമായി തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് UDF ആസൂത്രണം ചെയ്തതാണിത്. അമേരിക്കയിലുണ്ടായ തീപിടുത്തം ഇവിടെയായിരുന്നുവെങ്കിൽ അത് പിണറായി വിജയൻ ചെയ്തതാണെന്ന് PV അൻവർ പറയുമായിരുന്നുവെന്ന് വിജയരാഘവൻ പറഞ്ഞു.